ഹായ്, ജോഷി ചള്ളിയിൽ, എക്കോ ഫ്രണ്ട്ലി എഞ്ചിനീയർ. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് മണ്ണിടിച്ചിലുള്ള പ്രദേശങ്ങൾ അല്ലെങ്കിൽ ഉരുൾപൊട്ടൽ സാധ്യതയുള്ള പ്രദേശങ്ങളിൽ നമ്മൾ വീട് നിർമ്മിക്കുമ്പോൾ അല്ലെങ്കിൽ കെട്ടിടം നിർമ്മിക്കുമ്പോൾ ഏത് തരം ഫൗണ്ടേഷൻസ് ആണ് വെക്കുക, അവിടെ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെ എന്ന് നമുക്ക് നോക്കാം. നമുക്കറിയാം, ചരിഞ്ഞ പ്രതലങ്ങളിൽ, പ്രത്യേകിച്ച് മണ്ണ് ഉറപ്പ് കുറവുള്ള പ്രതലങ്ങളിൽ നമുക്ക് കെട്ടിടങ്ങൾ നിർമ്മിക്കുക ഭയാനകമായിട്ടുള്ള കാര്യമാണ്. അവിടെ ഏറ്റവും ആദ്യം അതൊന്ന് ഇവാലുവേഷൻ നടത്തുക എന്നുള്ളതാണ്. അവിടെ നിർമ്മിതികൾ പോസിബിൾ ആണോ? അങ്ങനെയാണെങ്കിൽ അതിൻ്റെ ഹിസ്റ്ററി, ആ സ്ഥലത്തിൻ്റെ ചരിത്രം പഠിക്കേണ്ടതുണ്ട്. വെള്ളത്തിൻ്റെ സ്വഭാവം അവൈലബിലിറ്റി പഠിക്കേണ്ടതുണ്ട്. അവിടുത്തെ ജിയോളജി പഠിക്കേണ്ടതുണ്ട്. അവിടുത്തെ മരങ്ങളുടെ അല്ലെങ്കിൽ അവിടുത്തെ വെജിറ്റേഷൻ്റെ സ്വഭാവം പഠിക്കേണ്ടതുണ്ട്. അവിടുത്തെ മഴയുടെ സാധ്യതകൾ പഠിക്കേണ്ടതുണ്ട്. അങ്ങനെ പല കാരണങ്ങൾ കൃത്യമായിട്ട് പഠിച്ച് ആ ഒരു ഇവാലുവേഷൻ നടത്തുക എന്നുള്ളതാണ് ഏറ്റവും ആദ്യം ചെയ്യേണ്ട ഒരു കാര്യം. അപ്പോൾ ആ മണ്ണിൻ്റെ ജിയോളജിയും സ്ലോപ്പും ചരിത്രപരമായ ആ കഥകളൊക്കെ മനസ്സിലാക്കി കഴിഞ്ഞിട്ട് എന്ത് ചെയ്യണം? ഒരു പ്രോപ്പർ ഡിസൈൻ ചെയ്യുകയാണ് വേണ്ടത്. അപ്പോൾ ഏത് തരത്തിലുള്ള ഡിസൈനാണ് അവിടുത്തെ ഫൗണ്ടേഷന് സ്വീകാര്യമായിട്ട് വരിക? ആ ഫൗണ്ടേഷൻ സ്വീകാര്യമായിട്ട് വരുമ്പോൾ ഏറ്റവും ഡീപ്പായിട്ടുള്ള പൈലിങ്ങുകളാണ് കൂടുതലും നന്നായിട്ട് വരിക. ഇത്രയും ഉറപ്പുള്ള മണ്ണാന്ന് കരുതുമ്പോഴും അതിൻ്റെ ടോപ്പ് സോയിലിൽ ലാൻഡ് സ്ലൈഡ് ചെയ്യാനുള്ള സാധ്യതയുണ്ടെങ്കിൽ ഒരു നോർമൽ ഫൗണ്ടേഷൻസ് ഒരിക്കലും കൊടുക്കുക അവിടെ നന്നായിരിക്കില്ല. അങ്ങനെ നമ്മുടെ എല്ലാ സ്ഥലങ്ങളിലും ഡീപ്പായിട്ടുള്ള പൈലുകൾ കൊടുക്കാൻ സാധിക്കുമോ? ചില സ്ഥലങ്ങളിൽ ശരിക്കും കസിൻസ്, അത് എവിടെയാണ് ഉറച്ച മണ്ണ് വരുന്നത് അവിടം വരെയും എക്സ്കവേറ്റ് ചെയ്ത് അതിൽ നിന്ന് ശക്തമായി ആങ്കർ ചെയ്ത ഫൗണ്ടേഷൻസ് കൊടുക്കുക. പ്രത്യേകിച്ച് അവിടെ ഏറ്റവും ഉറപ്പുള്ള മണ്ണ് എവിടെയാണെന്ന് നോക്കിയിട്ട് അതിൽ റോക്ക് ബോർ ചെയ്തിട്ടുള്ള പോസിബിലിറ്റീസ് ഒക്കെയാണ് ഏറ്റവും സ്റ്റേബിളായിട്ട് ചെയ്യാൻ പറ്റുന്നത്. അപ്പം ഇതിലെല്ലാം ആ മണ്ണിൻ്റെ സ്വഭാവവും ലാൻഡ് സ്ലൈഡിങ്ങിൻ്റെ ചരിത്രവും വെള്ളത്തിൻ്റെ സ്വഭാവമൊക്കെ തീർച്ചയായിട്ടും നോക്കണം. സ്ലോപ്പ് തീർച്ചയായിട്ടും നോക്കണം. ഇതൊക്കെ കഴിഞ്ഞിട്ട് ഡെപ്ത് ഏറിയ ഫൗണ്ടേഷൻസ് ആണ് നമുക്കിവിടെ കൊടുക്കാൻ സാധിക്കുക. അടുത്തൊരു പ്രധാന കാര്യം ഡ്രെയിനേജ് ആണ്. ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലെ വെള്ളത്തിൻ്റെ ഒഴുക്കിൻ്റെ സ്വഭാവം പഠിക്കുക വളരെ അത്യാവശ്യമാണ്. ഇപ്പൊ സാധാരണയായിട്ട് ഉറവകളുള്ള സ്ഥലങ്ങൾ കാണാം. ഈ ഉറവകൾ എവിടുന്നാണ് വരിക? മണ്ണിന്റെ സർഫസിലൂടെ ഉണ്ടാവുന്ന വീപ്പ് ഹോൾസിലൂടെയാണ് ഈ ഉറവകൾ ഉണ്ടാവുക. അപ്പോൾ ഉറവകളുള്ള സ്ഥലത്ത് നമ്മൾ അത് ഫില്ല് ചെയ്ത് ബ്ലോക്ക് ചെയ്ത് നമ്മൾ കെട്ടിടങ്ങൾ നിർമ്മിക്കുന്നത് നല്ലതല്ല ഒരിക്കലും. കാര്യം ആ ഉറവകളുടെ പ്രഭാവം എവിടെയാണെന്നും ആ പ്രഭാവത്തിൽ നിന്ന് വെള്ളം ഏത് ലൈനിലേക്ക് പോകുന്നു എന്നും വ്യക്തമായിട്ട് പഠിക്കണം. അപ്പൊ അവിടെയുള്ള മണ്ണ് അല്ലെ അവിടെയുള്ള റോക്കുകൾ ഉറപ്പുള്ളതാണെന്ന് കണ്ടെത്തേണ്ട ടെസ്റ്റുകൾ നടത്തേണ്ടി വരും. അപ്പം ഡ്രെയിനേജിന്റെ സ്വഭാവം മനസ്സിലാക്കി ഇനി അഥവാ നമ്മൾ അവിടെ ഫൗണ്ടേഷൻസ് ചെയ്യുകയാണെങ്കിൽ ആ സർഫസ് ഡ്രെയിനേജിനെ എങ്ങനെയാണ് പ്രോപ്പറായിട്ട് ഡൈവേർട്ട് ചെയ്യാവുന്നുള്ളത് നോക്കി ഒക്കെ വേണം ചെയ്യാൻ. അപ്പോൾ തീർച്ചയായിട്ടും ഡ്രെയിനേജ് എന്ന് പറയുന്നത് ഇങ്ങനെയുള്ള ആ ഒരു ഭൂമിയിൽ ഫൗണ്ടേഷൻ നിർമ്മിതിയിൽ ഏറ്റവും അനിവാര്യമായിട്ട് പഠിക്കേണ്ട ഒരു കാര്യമാണ്. പല സ്ഥലങ്ങളിലും വെജിറ്റേഷൻസ്, മരങ്ങൾ വെച്ച് പിടിപ്പിക്കുന്നത്. അപ്പം ഈ മരങ്ങൾ പലതും മണ്ണിന് ഉറപ്പ് കൂട്ടുന്ന മരങ്ങളുണ്ട്. സർഫസ് റൺ ഓഫ്, മഴ പെയ്യുമ്പോഴുള്ള സർഫസ് റൺ ഓഫ്, മഴവെള്ളം പ്രോപ്പറായിട്ട് ഒഴുകിപ്പോയി സർഫസിലുള്ള അല്ലെങ്കിൽ സൈഡിലുള്ള മണ്ണിനെ ലൂസാക്കാതെ ഉറപ്പിച്ചു നിർത്തുന്ന രീതിയിൽ ഈ നമ്മളുടെ വെജിറ്റേഷൻ മരങ്ങൾക്ക് പ്രധാനമായിട്ടുള്ള പങ്ക് വഹിക്കുന്നുണ്ട്. അപ്പോൾ വെജിറ്റേഷൻസ് ലാൻഡ് സ്ലൈഡിനെ പ്രതിരോധിക്കുന്നതൊപ്പം തന്നെ മണ്ണിന്റെ ഡ്രെയിനേജ് പ്രോപ്പർ ആക്കാനായിട്ട് അത് സാധിക്കുന്നതാണ്. അടുത്തത് ജിയോ ടെക്നിക്കൽ സൊല്യൂഷൻസ്. എന്താണ് മണ്ണിനെ ഉറപ്പിക്കുന്ന, സ്റ്റെബിലൈസ് ചെയ്യുന്ന ജിയോ ടെക്നിക്കൽ സൊല്യൂഷൻസ്? നെയിലിങ്, ഗ്രൗട്ടിങ്, റീഇൻഫോഴ്സിങ്. അപ്പോൾ നെയിലിങ് അല്ലെങ്കിൽ ഗ്രൗട്ടിങ്, റീഇൻഫോഴ്സിങ് ഈ മെത്തേഡിലൂടെ സർഫസ് സോയിലിനെ നല്ല രീതിയിൽ സ്റ്റേബിൾ ആക്കി എൻഷുർ ചെയ്ത് ഇതോടൊപ്പം സർഫസ് ഡ്രെയിനേജിനെ ഡൈവേർട്ട് ചെയ്ത് ഏരിയയിൽ പ്രോപ്പറായിട്ട് ഡിസൈൻ ചെയ്ത് നമുക്ക് ഫൗണ്ടേഷൻസ് ഡിസൈഡ് ചെയ്യാവുന്നതാണ്. ലാൻഡ് സ്ലൈഡിന് സാധ്യതയുള്ള ഏരിയകളാണെങ്കിൽ ഒരു റുട്ടീനായിട്ടുള്ള ചെക്കിങ് ആ സ്ഥലങ്ങളിൽ അത്യാവശ്യമാണ്. അപ്പോൾ നമ്മൾ കെട്ടിടങ്ങൾ പണിതെങ്കിൽ പോലും അവിടെ ചിലപ്പോൾ ഇംഗ്ലോമീറ്ററോ ഇല്ലെങ്കിൽ എക്സൻസോമീറ്ററൊക്കെ ഉപയോഗിച്ചിട്ട്
അതിൻ്റെ ലാൻഡ് മൂവ്മെന്റിനുള്ള പോസിബിലിറ്റീസ് ചെക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ ഒരു റെഗുലർ ഇൻസ്പെക്ഷൻ ആൻഡ് മോണിറ്ററിങ്ങിലൂടെ ഈ ഒരു സാധ്യതാ മേഖലകൾ എപ്പോഴും പഠിച്ചുകൊണ്ടിരിക്കേണ്ടതും, അതോടൊപ്പം തന്നെ നമ്മളുടെ മുന്നറിയിപ്പുകൾ, കാലാവസ്ഥ മുന്നറിയിപ്പുകൾ അനുസരിച്ചിട്ട് അതിൽ ഒബ്സർവേഷൻ എടുത്ത് വേണ്ടതായ തീരുമാനങ്ങൾ എടുത്ത് ചെയ്യേണ്ടതും അവിടെ അത്യാവശ്യമാണ്. അടുത്തൊരു കാര്യം പ്രൊഫഷണൽ എക്സ്പെർട്ടൈസ് ആണ്. ഏതൊരു കെട്ടിട നിർമ്മാണത്തിലും ഏതൊരു ഭൂമിയിൽ ചെയ്യുന്നത് പോലെ ആ ഒരു മാത്രം ഇതൊക്കെ ചെയ്താൽ പോരാ. ലാൻഡ് സ്ലൈഡിങ് സാധ്യതയുള്ള മേഖലകളാണെങ്കിൽ അത് പോസിബിളായ സ്ഥലങ്ങളിൽ മാത്രം നിർമ്മിതികൾ നിർമ്മിക്കുക, അതൊരു എക്സ്പെർട്ടിന്റെ സഹായം എടുക്കുക. അതോടൊപ്പം തന്നെ ഇനി അങ്ങനെ സാധ്യതയുള്ള മേഖലകളാണെങ്കിൽ അതിൽ പ്രോപ്പറായ ഫൗണ്ടേഷൻ ഡിസൈൻ ചെയ്യുകയും ഫൗണ്ടേഷന്റെ സ്റ്റെബിലിറ്റി അല്ലെങ്കിൽ സോയിൽ സ്റ്റെബിലൈസേഷൻ മെത്തേഡ്സ് അപ്ലൈ ചെയ്ത് വേണം നമ്മൾ ഒരു നിർമ്മിതിയിലേക്ക് പോകാനായിട്ട്. അപ്പോൾ പ്രകൃതി അതിൻ്റെ ഏറ്റവും രസകരമായ, ഏറ്റവും സന്തോഷത്തോടെ ആസ്വദിക്കുന്ന ഒരു മേഖലകൾ, അവിടെ നമ്മുടെ നിർമ്മിതികൾ നമുക്ക് വയ്ക്കാനുള്ളതല്ല. അപ്പോൾ ആ ഒരു മേഖലകളിൽ നിർമ്മിതികൾ വയ്ക്കുകയാണെങ്കിൽ തന്നെ നിയമപ്രകാരമായുള്ള അസസ്മെന്റുകളിലൂടെയും എക്സ്പേർട്ടിന്റെ സഹായത്തോടുകൂടിയും അവിടെ ആ ഒരു മേഖലകൾക്ക് അനുയോജ്യമായ നിർമ്മിതികൾ തിരഞ്ഞെടുക്കുക. അതിന് ഉറപ്പുവരുത്തുന്ന രീതിയിലുള്ള ഫൗണ്ടേഷൻസ് സെലക്ട് ചെയ്യുക. വളരെ ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള ഫാബ്രിക്കേറ്റഡ് ആയിട്ടുള്ള സ്ട്രക്ചേഴ്സ് ഉപയോഗിക്കുക. ഫൗണ്ടേഷൻസ് ആങ്കർ ചെയ്ത് ഡ്രെയിനേജിന് തടസ്സം വരാത്ത രീതിയിൽ ഉള്ള സ്ട്രക്ചറുകൾ കണ്ടെത്തുക. അപ്പോൾ പ്രീ ഫാബ്രിക്കേറ്റഡ് ഹൗസസുകൾ, അതോടൊപ്പം തന്നെ പ്രീ ഡിസൈൻഡ് സർഫസ് റൺ ഓഫിനെ ഡൈവേർട്ട് ചെയ്യിച്ച് പ്രോപ്പറായിട്ട് എൻഷുർ ചെയ്യുന്ന കെട്ടിടങ്ങൾ നിർമ്മിച്ചുകൊണ്ട് നമുക്ക് ഇങ്ങനെയുള്ള സാധ്യതാ പ്രദേശങ്ങളിൽ നിന്ന് ഇതുമൂലം ഉണ്ടാകുന്ന റിസ്കുകൾ പരമാവധി ഒഴിവാക്കി നല്ലൊരു സുരക്ഷിതമായ ജീവിതം കെട്ടിടങ്ങളിലും ഉറപ്പാക്കാൻ സാധിക്കുന്നതാണ്.